കേരളം തന്നെ കത്തിച്ചാളണോ? അതിന് അങ്ങനെയുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും പോയി കിടന്നോ കവുന്നോ മലന്നോ ചെരിഞ്ഞോ കിടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോരകളെ മൈ ബ്ലഡ്സ്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഈ ജാസ്മിൻ അഭിനയിച്ച് മെയിൻ നടിയാണ് ഈ ഒരു കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ജാസ്മിൻ മുല്ലപ്പൂ വാസനസേന ആർമീന്റെ ഒക്കെ വിചാരം. ഇങ്ങനെ ഞാൻ മനസ്സിലാക്കണത്. അവിടെ ഇത് ആഗോളപരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് ഈ പാശ്ചാത്യത്തിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടിയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സാധനം. ഇവിടെയുള്ള കുറെ ഊളകളുടെ വിചാരം ഇത് കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു ഷോ. കുറെ ആൾക്കാർ ഈ നമ്മളോരോ കാര്യങ്ങൾ പറയുമ്പം അത് റിയാലിറ്റി ഷോ ആണ്, അതിന്റെ കാഴ്ചപ്പാടിൽ എടുക്കണം, അതിൽ ജാസ്മിന്റെ കയപ്പൊന്നുമല്ല, അത് ജാസ്മിന്റെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അവരുടെ ഗെയിം മൈൻഡ് ഗെയിം ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല മെഴുകലും. എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഇത്തരം തരാന്ത വന്നിട്ടില്ല. ഈ ഇതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ബാക്കി 5 സീസണുകൾ അത് ഇതിങ്ങനെ നമുക്കെടുത്ത് ഇപ്പുറത്തേക്ക് വെക്കാം. ഓക്കെ, ഈ സീസൺ, ഈ ഒരു ഒറ്റ സീസൺ, ഈ സീസണിന്റെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് റേറ്റിംഗ് ഉണ്ട്. ഈ ചാനലിൽ വല്ല പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം ആളുകൾ ഇത് മൈൻഡ് ചെയ്യുന്നുണ്ട്. അത് എന്താണ് ഇതിന്റെ ഉള്ളിൽ ഈ സീസണിൽ പ്രത്യേകിച്ച് ഉള്ളത് എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയൂല. അതിനെക്കുറിച്ച് ചോദിച്ചാൽ ആർക്കൊന്നും പറയാനില്ല. ഏറ്റവും വലിയൊരു പരാജയം എന്താണെന്ന് അറിയോ? ഏറ്റവും വലിയൊരു കോമഡി വിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഏഷ്യാനെറ്റിന്റെ തലതൊട്ടപ്പന്മാരായ 2 ആളുകൾ സ്ത്രീകളുടെ മാംസത്തിന്റെ മേലെ അത്രമേൽ അത്ഭുതവും കൗതുകവും ആശ്ചര്യവും ദാഹവും ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതിന് ഏഷ്യാനെറ്റിന്റെ 2 തലതൊട്ടപ്പന്മാരെ കുറിച്ച് അഖിൽമാരാരെ വെളിപ്പെടുത്തിയപ്പോ അത് ഏഷ്യാനെറ്റിന്റെ ആളുകളാണോ അല്ലെങ്കിൽ ഈ റിയാലിറ്റി ഷോ അല്ല ബിഗ് ബോസിന്റെ കാമപിക്ഷാക്ഷികളാണെന്നുള്ളതൊന്നും ഇയാളത് പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണെന്ന് അറിയോ, ഈ 2 ആളുകളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് പോയിങ്ങാണ്ട് ആങ്കറായി നിൽക്കുന്ന ലാലേട്ടന്റെ ഒക്കെ അവസ്ഥ എന്താ? അതൊരു മെയിൻ ബ്രാൻഡാണ്. അതല്ലെങ്കിൽ ലാലേട്ടനെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ്? ആ മനുഷ്യനൊക്കെ അവിടെ പോയി നിന്നിങ്ങനെ ശനി ഞായറൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ കോടികളെ ഈ ഒരു വരുമാനം ഉണ്ടായിരിക്കാം ഈ ഒരു ബിഗ് ബോസിന്റെ 2 ദിവസത്തെ ഈ ഒരു ആങ്കറിങ്ങിന് കിട്ടുന്നുണ്ടാവാം. എന്നാലും എന്റെ പൊണ്ണ് ലാലേട്ട, എന്തിനാണ് നിങ്ങൾക്ക് ഈ കോടികൾ? ഞാനത് ആലോചിച്ച് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടാവും, എനിക്ക് അറിയുന്നില്ല. പിന്നെ ഏഷ്യാനെറ്റിന്റെ കാര്യമാണ്. ഏഷ്യാനെറ്റിലെ ലാലേട്ടൻ തന്നെയാണ് ഇതിനൊക്കെ കുറ്റം പറയേണ്ടത്. കാരണം ഈ ഏഷ്യാനെറ്റിന്റെ ആളുകളാണോ ബിഗ് ബോസിന്റെ ആളുകളാണോ 2 മനുഷ്യന്മാരെന്നുള്ളത് ഇവരാരും പറഞ്ഞിട്ടില്ല. ഈ അഖിൽമാരാരും പറഞ്ഞിട്ടില്ല. അത് പറയാത്തവർ അഖിൽമാരാറിന്റെ വേറെ ഇരട്ടത്താപ്പ എന്നുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഖിൽമാരാറിന് എന്തെങ്കിലും പ്രത്യേകിച്ച് താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഈ 2 വ്യക്തികളുടെ കാര്യം ഞാൻ വെളിപ്പെടുത്തുന്നു, പുറത്ത് പറയുന്നു, അത് സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും കാരലാഭം കിട്ടാനോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ പദവിയോ പ്രശസ്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ഈ 2 ആളുകളാണെന്ന് ആരൊക്കെയാണെന്നുള്ളത് സമൂഹത്തിന് അറിയാത്ത പക്ഷം അതങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ജാസ്മിന്റെ കയപ്പും കുത്തിക്കയപ്പും നോളോളി മൂക്കില് കൈയിടലും തുമ്മിയ ചായ കൊടുക്കലും കാലിന്റെ നഖം എങ്ങനെയാണ് അതൊക്കെ? ഞാൻ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചു നോക്കി. സത്യത്തിൽ എനിക്ക് അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. ഓരോ സ്ത്രീകൾക്ക് ഇത്ര സമത്വവും അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ സമത്വത്തിന്റെ വാദവും അല്ലെങ്കിൽ ഇക്വാലിറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന ഈ സ്ത്രീകള്, അല്ലെങ്കിൽ ആ സ്ത്രീകൾ വെറും ഒരു ഭോഗവസ്തു അങ്ങനെയൊക്കെ ആക്കി മാറ്റിയെടുത്ത് ഈ ഷോ നോക്കി ഞാൻ അതിനെ പറയുന്നില്ല. ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ അഖിൽമാരാര് പുറത്ത് പറഞ്ഞ ഈ 2 വ്യക്തികളെ കുറിച്ച് ആ കാര്യങ്ങളും ആ 2 വ്യക്തികളൊക്കെ പുറത്ത് വന്നാൽ സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ യുവതികളുണ്ടല്ലേ ബിഗ് ബോസിലേക്ക് അങ്ങനെ പോയിട്ടുള്ള യുവതികൾ ഒക്കെ ആയിരിക്കും, അത് കുറച്ച് കഴിഞ്ഞ ഇരകളാവും. അങ്ങനെ ഇരകളായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കത്തിക്കണം. ഏഷ്യാനെറ്റും കത്തിക്കണം, ബിഗ് ബോസും കത്തിക്കണം, ആ യുവതികളും കത്തിക്കണം, കേരളം തന്നെ കത്തിച്ചാളണോ? അതിന് അങ്ങനെയുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയെങ്കിലും പോയി കിടന്നോ കവുന്നോ മലന്നോ ചെരിഞ്ഞോ കിടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് എരാവുന്നത്? അത് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ? അവനവന്റെ താല്പര്യങ്ങൾക്കും അതല്ലെങ്കിൽ അവനവന്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കൊണ്ട് ഈ സ്ത്രീകൾ അതിന് നിന്ന് കൊടുത്ത് അതല്ല സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞത് കുറെ കഴിയുമ്പോൾ ഈ സ്ത്രീകളെ ഇരകളാവും. അങ്ങനെയുള്ള ഒരു ഇതാണ് കേരളത്തിൽ പൊതുവെ കണ്ടുവന്നിട്ടുള്ളത് ഇക്കാലം അത്രയും. അപ്പം ഈ ഇങ്ങനൊരു സംഗതിയൊക്കെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം ഈ ജാസ്മിനെ കുറിച്ച് ഈ ഒരു അഖിൽമാരാർ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഈ ജാസ്മിനും ഇതുപോലെ തന്നെ പോയി കിടന്നു കൊടുത്തിട്ടാണെന്നും അല്ലെങ്കിൽ ജാസ്മിന് അത്തരത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നും അതിന്റെ സംസാരം കണ്ടാൽ അങ്ങനെയാണ്, അതിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അത് ബാക്കിയുള്ള ആളുകളായിട്ട് ഇടപഴകുന്നതും അതിന്റെ ബിഹേവിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല രീതിയിലുള്ള കമന്റുകളും ചെയ്യുന്നുണ്ട്. നമുക്കറിയാത്ത കാര്യത്തിനെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലോ അതിൽ മുമ്പത്തെ സീസണിൽ വന്ന് പോയിട്ടുള്ള ലേഡീസ് ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഒരു വോയിസ് നമ്മൾ എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ലാലേട്ടനും അല്ലെങ്കിൽ ഈ ഏഷ്യാനെറ്റ് തരം മലയാളത്തിൽ തന്നെ ഏറ്റവും എന്താ പറയാ ഒരു മൂല്യമുള്ള ഒരു ചാനൽ ഇത്ര തരം അതിന് കൊടുക്കാൻ പാടുന്നുണ്ടോ? അവിടെ നിങ്ങൾക്കൊക്കെ ഈ സ്ത്രീകളുടെ മാംസത്തിന്റെ മേലുള്ള ഈ അതൃപ്തി മാറിയിട്ടില്ലേ? എന്ത് തീട്ടങ്ങളാണ് നിങ്ങളെല്ലാം.